രാജീവ് ചന്ദ്രശേഖരല്ല ഏത് ദേവേന്ദ്രൻ വന്നാലും ബി.ജെ.പിക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ബി.ജെ.പി ഒരു കോർപ്പറേറ്റ് മുതലാളി വിലയ്ക്ക് വാങ്ങിയെന്ന തരത്തിലുള്ള പ്രചരണമാണ് സൈബർ ഇടങ്ങളിൽ മുഴുവൻ നടക്കുന്നത്. ബി.ജെ.പി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കോർപ്പറേറ്റ് വിലയ്ക്ക് വാങ്ങിയ CPI കരുതുന്നു. എനിക്ക് അത്ഭുതമില്ല. ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടി എന്താണെന്ന് അറിയുന്നവർക്കെല്ലാം അറിയാം. ഇതെല്ലാം ആ പാർട്ടിക്കത്ര നടക്കും. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലാകെ നോക്കിയാൽ കാണാം, ബി.ജെ.പിയുടെ പല സംസ്ഥാനങ്ങളിലും പല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം ഇതുപോലെയുള്ള കോർപ്പറേറ്റ് തമ്പുരാക്കന്മാരാണ്. ബി.ജെ.പി അവരുടെ പാർട്ടിയാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി, അവർക്ക് വേണ്ടി വാദിക്കുന്ന പാർട്ടി, അവരുടെ പാർട്ടി. ആ പാർട്ടിക്ക് പറ്റിയ ആളെ അവർ സംസ്ഥാന പ്രസിഡൻ്റാക്കി എന്ന് ഞാൻ പറയുന്നുള്ളൂ. രാജീവിനെ എനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന പാർലമെൻറ്റിൽ വ്യക്തിപരമായി നല്ല സുഹൃത്താണ് അദ്ദേഹം. വ്യക്തിബന്ധങ്ങളിലൊക്കെ അമാന്യത പാലിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പ്രാവീണ്യം, സാമ്പത്തിക രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സാമർഥ്യങ്ങൾ, അതെല്ലാം എത്രമാത്രം ബി.ജെ.പി രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ യാഥാർത്ഥ്യങ്ങൾ വിലപ്പോക്കുമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം ബി.ജെ.പി അഗാധമായ കുഴപ്പത്തിലാണ് കേരളത്തിൽ. അത് സംഘടനാപരമായ കുഴപ്പമാണ്. ആശയ പ്രതിസന്ധിയുടെ ആ പാർട്ടിക്കകത്ത് കുഴൽപ്പണത്തിൻ്റെ വരവും പോക്കുമുണ്ട്. അതെല്ലാമായി ചുറ്റിപ്പറ്റി ഒരുപാട് വിമർശനങ്ങളും ചർച്ചകളും നടക്കുന്ന പാർട്ടിയാണത്. അതിനകത്തെല്ലാം എത്രമാത്രം ഫലപ്രദമായിട്ട് ഇടപെടാനും വഴി തേടാനും സാധിക്കുമെന്ന് എനിക്കറിയില്ല രാജീവിന്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ. ഈ CPIയുടെ സമ്മേളനങ്ങളൊക്കെ നടക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ട് വലിയ ജനാധിപത്യമൊക്കെ പറയുമ്പോൾ തന്നെ ചില വാർത്തകൾ പുറത്തു വരുന്നത് സമ്മേളനങ്ങളിലെ മത്സരങ്ങൾ വിലക്കുന്നു എന്നുള്ള തരത്തിലാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്ന്? CPI ജനാധിപത്യം പറയുന്ന പാർട്ടിയല്ല, പാലിക്കുന്ന പാർട്ടിയാണ്. അത് പാലിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും പാർട്ടി വിരുദ്ധരുടെ കയ്യിലെ കരുവാകാൻ പാർട്ടി ആരെയും സമ്മതിക്കാൻ തോന്നുന്നില്ല. സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, ചർച്ചയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ പാർട്ടി വിരുദ്ധന്മാർക്ക് വേണ്ടിയുള്ള വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ആ കൈകളിലെ കളിപ്പാവ്യാകാൻ വേണ്ടിയുള്ളതുമല്ല. അത് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി കൊടുത്തിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നിലപാട്. ഈ മത്സരിക്കരുത്, അതിനൊരു സബ് കമ്മിറ്റി, അതൊക്കെ ഒരു തീർത്തും ഇതിന് മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിൽ പാർട്ടിക്കകത്തുള്ള ഐക്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടിയുടെ ഐക്യത്തിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ്. ചർച്ചകൾക്ക് പാർട്ടിയിൽ വിലക്കില്ല, അതൊക്കെ ഉണ്ടാവുകയുമില്ല. കേസിനെതിരെ എടുത്ത നടപടി അത് വലിയ ചർച്ചയായതാണല്ലോ. സ്വാഭാവികമായിട്ട് സംസ്ഥാന കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ അതെങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടറി പറയുക എന്നൊരു ഭാഗം ചോദിക്കുന്നത്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ അധികാരമാണത്. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന നീക്കമുണ്ടായാൽ, പാർട്ടിയുടെ താൽപ്പര്യത്തിന് കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനമുണ്ടായാൽ ചർച്ച ചെയ്യാനും ഇടപെടാനുമുള്ള അധികാരം പാർട്ടി എക്സിക്യൂട്ടീവിനുണ്ടെന്ന് ഈ വിമർശകന്മാർക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. സംസ്ഥാന കൗൺസിൽ അടുത്ത കാര്യം സഖാവ് കെ ഇസ്ബയിൽ നിങ്ങളെല്ലാം എത്ര കൊതിച്ചാലും നിങ്ങളുടെ എല്ലാം കയ്യിലെ കളിപ്പാവിയായിട്ട് മാറുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. കെ ഇസ്ബയിൽ ഒരുപാട് വർഷങ്ങളിലെ അനുഭവ സമ്പത്തുള്ള നേതാവാണ് പാർട്ടിയുടെ. അദ്ദേഹം സഖാവ് വലിയ ഭാർഗവൻ്റെയും അതിനു മുമ്പ് സഖാവ് PKBയുടെയും കീഴിൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് ഏറ്റവും താഴെയുള്ള ഘടകങ്ങളുടെ സെക്രട്ടറി ആയിരുന്നു. പടിപടിയായി അദ്ദേഹം താലൂക്ക് സെക്രട്ടറിയായി, ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി, ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി. ഇത്രയും ഏറെ അനുഭവ സമ്പത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് നിങ്ങളെപ്പോലെയുള്ള ആരുടെയും കയ്യിൽ കളിപ്പാൻ പറ്റില്ല എന്നാണ് എൻ്റെ ബോധ്യം. നിങ്ങൾ നേതാവ് അത് പാർട്ടി അപകീർത്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? പാർട്ടി ഒരു ഉപദേശിക്കുന്ന തരത്തിലല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്? പറയേണ്ട കാര്യം പറയേണ്ടത് എവിടെയെന്ന് അറിയണം. അകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്താണ്. പാർട്ടിക്കുള്ളിൽ പറയാൻ എല്ലാ അവകാശവുമുണ്ട്. പാർട്ടി അദ്ദേഹത്തോട് അങ്ങേയറ്റം സഹഭാവം കാണിച്ചിട്ടുണ്ട്, സഹിഷ്ണുത കാണിച്ചിട്ടുണ്ട്, ആദരവ് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റില്ല. ആ സഖാവിന് ഇനിയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് പറയാം. പാർട്ടിക്കകത്ത് പറയേണ്ടതെല്ലാം പുറത്തു പറയുന്ന ഒരു ശീലം കമ്മ്യൂണിസ്റ്റ് ശീലമല്ല എന്ന് സഖാവ് കെയ്ക്ക് അറിയാം. അദ്ദേഹം പലരെയും പഠിപ്പിച്ച പാഠമാണത്. അദ്ദേഹം തന്നെ പഠിപ്പിച്ച പാഠങ്ങളെ അദ്ദേഹം മനസ്സിലാക്കി പെരുമാറുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അതിലപ്പോഴും പറയുമ്പോഴേ സംസ്ഥാന കൗൺസിലിൻ്റെ അംഗീകാരം അതിന് വേണ്ടേ, നടപടി പൂർണ്ണമാവും. അതെല്ലാം നിങ്ങൾ ഉത്കണ്ഠപ്പെടല്ലേ, അത് നിങ്ങളെ ഏൽപ്പിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി 24 അത്തരം മാധ്യമങ്ങളോ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല.
ആ പാർട്ടി കെട്ടിപ്പടുത്തതും വളർത്തിയതും കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ രാഷ്ട്രീയമാണ്, ആശയമാണ്. അവർക്കറിയാം പാർട്ടിക്ക് എന്താണ് വേണ്ടതെന്ന്. അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട, അവർക്ക് പണിയെടുക്കേണ്ടതില്ല. 24-ന് ആ പണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ചിട്ടില്ല. BJPയുടെ വിഷയം ഒരു വ്യക്തിയല്ലല്ലോ. കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ്, രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയ പാരമ്പര്യം, മതേതര ബോധം, ഇതിൻ്റെ എല്ലാം മുമ്പിൽ BJP എന്നും പ്രതിക്കൂട്ടിലാണ്. BJP ആശയപരമായിട്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുബോധത്തിൻ്റെ രാഷ്ട്രീയ മനസാക്ഷിക്ക് നിരക്കാത്ത പാർട്ടിയാണ്. രാജീവ് ചന്ദ്രശേഖരല്ല, ഏത് ദേവേന്ദ്രൻ വന്നാലും BJPക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല.